ഹായ് ഫ്രണ്ട്സ്, സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതുമായി ചേർത്ത് വെച്ച് പഠിക്കേണ്ട ആളുകളാണ് ചോംസ്കി, വൈഗോട്സ്കി, ബ്രൂണർ എന്നിവരൊക്കെ. ഓക്കെ, അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ മനുഷ്യരെ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്ന പ്രധാന സവിശേഷതയാണ് എന്ത്? ഭാഷ എന്ന് പറയുന്നത്, അല്ലെ? ആശയവിനിമയത്തിന് നമ്മൾ ഭാഷണം അല്ലെങ്കിൽ സ്പീച്ച് ഉപയോഗപ്പെടുത്തുന്ന ഒരു കഴിവാണ് നമ്മളെ മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ ഒരു കുഞ്ഞ് എന്താ ചെയ്യുന്നത്? അവ്യക്തമായിട്ടുള്ള കുറെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും, അല്ലെ? ആദ്യഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. ഓക്കെ, പിന്നീടാണ് ഓരോ ശബ്ദങ്ങൾ, അർത്ഥവത്തായ ഓരോ ശബ്ദങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അങ്ങനെ ഓരോ ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ്, അല്ലെ? അമ്മയുടെ ചിരി, അമ്മ കുഞ്ഞിന് ഉമ്മ കൊടുക്കുന്നത്, അതൊക്കെ കുട്ടിക്ക് എന്താണ്? ഒരു പ്രചോദനമായി അല്ലെങ്കിൽ ഒരു ചോദകമായി ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടി അതിനനുസരിച്ച് പ്രതികരണം കൊണ്ടുവരികയാണ്. അതാണ് സ്കിന്നർ പറയുന്നത്. സ്കിന്നർ എപ്പോഴും എന്താ പറയുന്നത്? ആ സ്റ്റിമുലസിനനുസരിച്ചുള്ള റെസ്പോൺസ് ആണ് ആര് മുന്നോട്ട് വെക്കുന്നത്? സ്കിന്നർ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നോക്കിയേ, ചോദകം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം, ഈ രീതിയിലാണ് ആ ഭാഷ ഇംപ്രൂവ് ചെയ്ത് വന്ന് അല്ലെങ്കിൽ ഭാഷ പഠിച്ചെടുക്കുന്നതെന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ചോദകം, ചോദകത്തിനൊത്ത പ്രതികരണം ഉണ്ടാകും. പ്രബലനം, ആവർത്തനം, അനുകരണം, ഇവയിലൂടെയൊക്കെയാണ് ഭാഷ പഠിച്ചെടുക്കുന്നത് എന്നാണ് സ്കിന്നർ പറയുന്നത്. അപ്പൊ സ്കിന്നർ ഒരു ബിഹേവിയറിസ്റ്റ് ആണ്, വ്യവഹാരവാദിയാണെന്ന് നമുക്കറിയാം, അല്ലെ? അപ്പോ കുട്ടി അല്ലെ കുട്ടിയുടെ ഓരോ റെസ്പോൺസിനും ആ കുട്ടിക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ അല്ലെങ്കിൽ പ്രശംസ, അതൊക്കെ എന്താണ്? ഓരോ പ്രതികരണത്തിലേക്കും കുട്ടി ഇംപ്രൂവ് ആയി വരാനുള്ള സാധ്യതയേറും എന്നാണ് സ്കിന്നർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ഇനി ഭാഷ എന്നത് ഒരു വാചിക ചേഷ്ടയാണ്. ഭാഷ എന്നത് ഒരു വാചിക ചേഷ്ടയാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് വാചിക ചേഷ്ട എന്നാൽ? അതായത് വെർബൽ ബിഹേവിയർ ആണ്. വെർബൽ ബിഹേവിയർ ആണ്. ഭാഷ ഒരു വാചിക ചേഷ്ടയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്കിന്നറുടെ ഒപ്പീനിയൻ ആണ് കേട്ടോ. മറ്റേതൊരു ചേഷ്ടയെയും പോലെ തന്നെ, മറ്റേതൊരു ബിഹേവിയറിനെയും പോലെ തന്നെ പ്രവർത്തനാനുബന്ധം. സ്കിന്നർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ്. ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്. മറ്റേതൊരു ബിഹേവിയറിനെയും പോലെ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് വഴിയാണ്, പ്രവർത്തനാനുബന്ധം വഴിയാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്? ഭാഷ സ്വായത്തമാക്കുന്നത്. സ്റ്റിമുലസ് കൊടുക്കുന്നു, സ്റ്റിമുലസിനനുസരിച്ചുള്ള റെസ്പോൺസ് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് ഭാഷയും സ്വായത്തമാക്കുന്നത് എന്നാ പറഞ്ഞത്. അതായത് കുഞ്ഞുങ്ങൾ ആദ്യം ശബ്ദം ഉണ്ടാക്കും, അല്ലെ? ആ ശബ്ദം പിന്നീട് പദങ്ങളായും വാക്യങ്ങളായും ഒക്കെ പ്രബലനം ചെയ്യുക വഴിയാണ് ഭാഷ ഒരു നല്ല രീതിയിൽ അംഗീകൃതമായിട്ടുള്ള ഉയർന്ന തലങ്ങളിലേക്ക് കുഞ്ഞുങ്ങൾ പഠിച്ചു വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങളും കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന അഭിപ്രായമാണ് സ്കിന്നർ മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, അതാണ് നമ്മളോട് എഴുതിയിരിക്കുന്നത്. ഭാഷ ഒരു വാചിക ചേഷ്ടയാണ്. സമ്മാനം, ശിക്ഷ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭാഷയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ടത്. ഇനി ഇവിടെ നോക്കിയേ, ഭാഷാ വികസന ക്രമം നമുക്ക് LP UPയുടെ സിലബസിൽ ഈ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട് തരുമ്പോൾ അല്ലെങ്കിൽ കേട്ടറ്റിനാവട്ടെ ഈ ഒരു ഭാഗം, അതായത് ഭാഷാ വികസന ക്രമം ഓർഡറിലാക്കാനും അല്ലെങ്കിൽ ഈ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്നും ഒക്കെ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, കേട്ടറ്റിനും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, LSRW, അല്ലെ? നമ്മൾ ഇംഗ്ലീഷിലും ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓർഡർ നമ്മൾ ഓർത്തിരിക്കണം. അത് മലയാളത്തിൽ ഓർത്തിരിക്കണം. ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നുള്ളതാണ് ഈ വേർഡ്സിന്റെ ആ ഒരു ക്രമം ഓർത്തിരിക്കണം. LSRW എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. മലയാളത്തിൽ പഠിക്കുമ്പോൾ ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നിങ്ങനെയാണ് ആ ഒരു ഭാഷാ വികസന ക്രമം വരുന്നത്. ഇനി ഭാഷയുടെ ധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തിനൊക്കെയാണ് ഭാഷ ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരോട് ആശയവിനിമയം നടത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ആശയങ്ങളുടെ രൂപവൽക്കരണത്തിന് സഹായിക്കുന്നുണ്ട് ഭാഷ. ഇനി അപഗ്രഥനം എങ്ങനെയാണ്? സങ്കീർണമായിട്ടുള്ള പ്രതിഭാസങ്ങളെ അപഗ്രഥിച്ചെടുക്കാൻ ഭാഷ നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെ? കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പറയണമെങ്കിൽ ഭാഷ വേണം. ഇനി അടുത്തത്, ഭാഷ സാധാരണഗതിയിൽ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രയാസമുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഭാഷയുടെ ധർമ്മങ്ങളാണ്. ഇനി ആൽബർട്ട് ബന്ദൂരയുടെ ഭാഷാ വികസന സങ്കല്പം നോക്കാം. ഇപ്പൊ നമ്മൾ ആരുടെയാ നോക്കിയത് ആരുടെയാണ്? സ്കിന്നറിന്റെയാണ്, അല്ലെ? ഇനി ആൽബർട്ട് ബന്ദൂരയുടെ ഐഡിയാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഭാഷാ വികസന സങ്കല്പം എന്നുള്ളത്. ഓക്കെ,
അപ്പോ സോഷ്യൽ ലേണിംഗ് തിയറി, സാമൂഹ്യ പഠന സിദ്ധാന്തത്തിന്റെ വക്താവായിട്ടുള്ള ആൽബർട്ട് ബന്ദൂര ഭാഷാശേഷി വികസനത്തെ കുറിച്ച് എങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത് നോക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സോഷ്യൽ ലേണിംഗ് തിയറി മുന്നോട്ട് വെച്ച ആളാണ് ആൽബർട്ട് ബന്ദൂര, അല്ലെ? അപ്പൊ നോക്കൂ, അദ്ദേഹം പറയുന്നത് മോഡലിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ മാതൃകയാക്കലിലൂടെയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ആ ഭാഷ പഠിക്കുന്നത് എന്നുള്ളതാ. തന്റെ സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഒരു കുട്ടി അവന്റെ ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, അതിലൂടെ മാതൃകയാക്കുന്നു, അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അവൻ മാതൃകയാക്കുന്നു, എന്നിട്ട് കുട്ടി ആശയങ്ങൾ പഠിക്കുകയാണ് ചെയ്യുക. അപ്പൊ തന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുന്നതിലൂടെയും മാതൃകയാക്കുന്നതിലൂടെയുമാണ് കുട്ടികൾ പുതിയ ആശയങ്ങൾ പഠിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കുട്ടി ഭാഷയും പഠിക്കുന്നത് എന്നാണ് ആൽബർട്ട് ബന്ദൂര അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ കുറെ കലാകാരന്മാരെയും നടന്മാരെയും ഒക്കെ അനുകരിക്കുന്നത്, അല്ലെ? അപ്പോ ഒരു നല്ല ടീച്ചർ ആയിരിക്കും അവന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചറിൽ നിന്നും സ്കൂളിലെ മറ്റുള്ളവരിൽ നിന്നും ഒക്കെ കുട്ടി ഭാഷ സ്വായത്തമാക്കുന്നതിന് കുട്ടിയെ സഹായിക്കുന്ന നല്ലൊരു റോൾ മോഡൽ ആയിരിക്കണം, നല്ലൊരു മോഡൽ ആയിരിക്കണം ആര്? അധ്യാപിക. അപ്പൊ ആൽബർട്ട് ബന്ദൂരയുടെ കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇനി നമുക്ക് സ്കിന്നറിന്റെയും ബന്ദൂരയുടെയും ഭാഷാശേഷി വികസനത്തിന്റെ ഈ ഒരു പോയിന്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. സ്കിന്നർ എന്ന് പറയുമ്പോൾ വ്യവഹാരവാദമാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണ് പറയുന്നത്. ബന്ദൂരയാണെങ്കിലോ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ഭാഷ പഠിക്കുന്നത്. നിരീക്ഷണവും അതുപോലെ മോഡലിംഗ്, അനുകരണം, ഇതിലൂടെയൊക്കെയാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ പ്രത്യക്ഷ പ്രബലനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കിന്നർ പറയുന്നതെങ്കിൽ എല്ലായ്പ്പോഴും പ്രത്യക്ഷ പ്രബലനം പ്രയോജനം ചെയ്യില്ല എന്നാണ് ബന്ദൂര മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പൊ കുട്ടിയുടെ പരിസരത്തിലും അതുപോലെ കിട്ടുന്ന പ്രതികരണത്തിലും ഊന്നൽ നൽകിക്കൊണ്ടാണ് സ്കിന്നറിന്റെ ഭാഷാശേഷി വികസനം പറയുന്നത്. പക്ഷേ കുട്ടിയുടെ ആന്തരിക പ്രക്രിയയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ആര് പറയുന്നത്? ബന്ദൂര പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്കിന്നറും ബന്ദൂരയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഷാശേഷി വികസനവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റ്സ്. ഇനി ഭാഷണ വൈകല്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഭാഷണ വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ? എന്താണ് ഈ ഭാഷണ വൈകല്യങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഭാഷണ വൈകല്യം എന്ന് പറഞ്ഞാല് മന്ദഗതിയിലുള്ള പരിവർത്തനം മൂലമോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഡെവലപ്മെന്റ് കുറവ് കാരണമോ സംഭവിക്കുന്നതാണ് ഭാഷണ വൈകല്യം. അതായത് ചില അക്ഷരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ വിഴുങ്ങുക, തെറ്റായിട്ട് ഉച്ചരിക്കുക, വ്യാകരണ നിയമങ്ങളൊക്കെ തെറ്റായി പ്രയോഗിക്കുക, ഈ വേഗം, ഭാഷണ വേഗം ക്രമീകരിക്കപ്പെടാതിരിക്കുക, ഇതൊക്കെ ഭാഷണ വൈകല്യത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതായത് കൊഞ്ഞ, ലിപ്സിംഗ്, സ്ലറിംഗ്, സ്റ്റട്ടറിംഗ്, സ്റ്റാമറിംഗ്, ഇതൊക്കെയാണ് ഭാഷണ വൈകല്യത്തിൽ പൊതുവായി പറയപ്പെടുന്നത്. ഇപ്പൊ കൊഞ്ഞ അല്ലെങ്കിൽ ലിപ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഞ്ഞ എന്ന് വെച്ചാൽ ചില പദങ്ങളൊക്കെ വ്യക്തമായി ഉച്ചരിക്കാൻ കുട്ടിക്ക് പ്രയാസം അനുഭവപ്പെടും. അപ്പോ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഒക്കെ ഉച്ചാരണത്തിൽ അങ്ങനെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഈ കൊഞ്ഞയ്ക്ക് കാരണമാവുന്നത്. അപ്പൊ ഈ ശൈശവകാലത്തെ ആ ഒരു ഭാഷണ രീതി മാറ്റമില്ലാതെ ഇങ്ങനെ തുടരുന്നത് കൊണ്ടാണ് കൊഞ്ഞ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അസ്പഷ്ടത അല്ലെങ്കിൽ സ്ലറിംഗ് എന്ന് പറഞ്ഞാല് ഒന്നിലധികം പദങ്ങള് അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമാണ് അസ്പഷ്ടത ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്ലറിംഗ് ഉണ്ടാവുന്നത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞൊടിയിടയിൽ പറയാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും. അപ്പൊ ആവശ്യത്തിലധികം തിടുക്കം കാണിക്കുന്നതുകൊണ്ട് ഒരു വേർഡ് മറ്റൊരു വേർഡിന്റെ മുകളിൽ എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പൊ അത് ഭാഷണ വേഗത കൂടുതൽ കാരണം സംഭവിക്കുന്നതാണ് ഈ അസ്പഷ്ടത എന്നുള്ള കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്തതാണ് സ്റ്റട്ടറിംഗ്. സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പദം ഉച്ചരിക്കുന്നതിന് മുൻപ് കുട്ടി ചില അക്ഷരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുക, അതിനെയാണ് എന്ത് പറയുക? സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. സ്റ്റട്ടറിംഗ്. ഓക്കെ, അപ്പൊ ഒരു ശബ്ദം ഉച്ചരിക്കാൻ, ഒരു പദം ഉച്ചരിക്കുന്നതിന് മുൻപ് കുട്ടി എന്ത് ചെയ്യും? ചില അക്ഷരങ്ങൾ അങ്ങനെ ആവർത്തിച്ച് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റട്ടറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വിക്ക്, സ്റ്റട്ടറിംഗ് ആണ് വിക്ക്. ഇനി സ്ലാമറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോ അസ്വാഭാവികമായിട്ടുള്ള, ആ കുട്ടി അറിയാതെ തന്നെ അവന്റെ മുഖചേഷ്ടകൾ വന്ന് ഓരോ മുഖചേഷ്ടകൾ മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അതിനെയാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായിട്ടുള്ള മുഖചേഷ്ടകൾ വന്നു പോകുന്ന ആ ഒരു സംഭവം, അതിനെയാണ് എന്ത് പറയുക? സ്റ്റാമറിംഗ് എന്ന് പറയുക. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഭാഷാ വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. കൊഞ്ഞ, അസ്പഷ്ടത, സ്റ്റട്ടറിംഗ്, സ്റ്റാമറിംഗ്. ഇതിൽ ഇത് രണ്ടുമാണ് മാറിപ്പോവാനൊക്കെ സാധ്യതയുള്ളത്. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സ്റ്റട്ടറിംഗ് എന്ന് പറയുമ്പോൾ വിക്കാണ്. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുൻപ് കുട്ടി ചില അക്ഷരങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നതാണ് സ്റ്റട്ടറിംഗ്. സ്റ്റാമറിംഗ് എന്ന് പറയുമ്പോൾ ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് അറിയാതെ ചില മുഖഭാവങ്ങൾ, മുഖചേഷ്ടകളൊക്കെ വരുന്നതിനെയാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്ക്,
നോം ചോംസ്കിയുടെ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഈ ഒരു ഭാഗത്ത് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം വരുന്നത് സ്റ്റട്ടറിങ്, സ്റ്റാമറിങ്, പിന്നെ ഭാഷാ വികസനത്തിന്റെ ഓർഡർ, മറ്റൊരെണ്ണം നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കേട്ടറ്റിനും അതുപോലെ LP UP ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നോം ചോംസ്കി എന്ന് പറയുമ്പോൾ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, LAD. എന്താണ് ഈ LAD? ഭാഷയുടെ വികസനത്തിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കുന്നതിനുള്ള ഒരു ഉപകരണമുണ്ട് എന്നുള്ള വിശദീകരണമാണ് ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഉപകരണം ഉണ്ട് എന്നാണ് നോം ചോംസ്കി പറയുന്നത്. അതിനെയാണ് അദ്ദേഹം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ LAD എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആശയങ്ങളാണ് യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തവും അതുപോലെ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമറും. ഈ രണ്ട് ഐഡിയാസും നമ്മൾ പഠിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ രണ്ട് ആശയങ്ങൾ കൊണ്ടുവന്നത് ആരാണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി രചനാന്തര പ്രജനന വ്യാകരണം എന്നുള്ളതാണ് അതിന്റെ മലയാളം ടേം കേട്ടോ. അപ്പൊ അതുകൂടി ഓർത്തിരിക്കുക. രചനാന്തര പ്രജനന വ്യാകരണം എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേപോലെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് ഈ യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടി എങ്ങനെയുള്ള അല്ലെങ്കിൽ ഏത് സംസ്കാരത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിലും ഒരേ രീതിയിലാണ് ഈ ഒരു ഭാഷാ വികസനം നടക്കുന്നത് എന്നുള്ള ഐഡിയ ആണ് ഈ ഒരു യൂണിവേഴ്സൽ വ്യാകരണ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഭാഷാ വികസന ഘട്ടത്തിൽ ഭൂരിഭാഗം കുട്ടികളിലും എന്താണ് ഒരേ പ്രായത്തിൽ ഒരുപോലെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഭാഷയുടെ പ്രാഗ് രൂപം എന്ന് വെച്ചാൽ പ്രീ രൂപം. ഓക്കെ, അപ്പൊ പ്രീ രൂപം നമ്മുടെ മസ്തിഷ്കത്തിനകത്തുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ഭാഷ നമ്മൾ നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോ ആ ഒരു ഭാഷ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അവന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രാഗ് രൂപം അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് എന്ന് അഭിപ്രായപ്പെടുന്നത് നോം ചോംസ്കി ആണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെ ഭാഷാ ജ്ഞാനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ, അതായത് സംഭാഷണങ്ങൾ, കഥാ അവതരണം, കവിതാലാപനം, അനുഭവ വിവരണങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ഇതൊക്കെ ഭാഷ വളർത്താനുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് നോം ചോംസ്കി അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കേട്ടോ. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്ന അഭിപ്രായം മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. ഇതാ എൽ പി സ്കൂൾ അസിസ്റ്റന്റിന്റെ NCA നോട്ടിഫിക്കേഷൻ 2022 ചോദിച്ചൊരു ചോദ്യം പറയാം. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? നോം ചോംസ്കിയുടേതാണ്. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ്, എന്നാൽ കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്, രണ്ടും വ്യത്യസ്തമായിട്ടുള്ള വികാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ആശയമാണ് ആര് പറയുന്നത്? നോം ചോംസ്കി പറയുന്നത്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നത്. ഓർത്തു വെച്ചേക്കുക, പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പൊ എന്താണ്? ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്ന പോയിന്റ് ആണ് ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്തൊരാളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോം ചോംസ്കി ആണ് നോക്കിയത്. ഇനി അടുത്തത് വൈഗോട്സ്കി ലാംഗ്വേജ് ആൻഡ് തോട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിതക വേരുകളാണ് ഉള്ളത്, രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായിട്ടാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തൽ ആരുടേതാണ്? PYQ ആണ്, വൈഗോട്സ്കിയുടേതാ. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണ് ഉള്ളത്, രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കി. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാല് ഭാഷയും ചിന്തയും വെവ്വേറെയാണ് ഉത്ഭവിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ വെവ്വേറെ ഉത്ഭവിക്കുകയും പിന്നീട് 2 വയസ്സാകുമ്പോഴേക്കും ഈ ഭാഷയും ചിന്തയും സംയോജിച്ച് പ്രവർത്തിക്കുകയുമാണ് ചെയ്യുക എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതായത് ലാംഗ്വേജ് വിത്തൗട്ട് തോട്ട്,
തോട്ട് വിത്തൗട്ട് ലാംഗ്വേജ്. അങ്ങനെ ഭാഷയും ചിന്തയും സെപ്പറേറ്റ് ആയിട്ടാണ് ഉത്ഭവിക്കുന്നത്. 2 വയസ്സ് മുതലാണ് ഭാഷയും ചിന്തയും സംയോജിച്ച് പ്രവർത്തിക്കുന്നത് എന്ന കാഴ്ചപ്പാടാണ് വൈഗോട്സ്കിയുടേത്. അതാണ് ഭാഷാരഹിത ചിന്ത, ചിന്താരഹിത ഭാഷ എന്ന് പറയുന്നത്. എന്നാൽ 2 വയസ്സ് മുതൽ ഭാഷയും ചിന്തയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന ആശയവും ആര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? വൈഗോട്സ്കി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, വൈഗോട്സ്കിയുടെ കാര്യം പറഞ്ഞു, നോം ചോംസ്കിയുടെ കാര്യം പറഞ്ഞു, ബ്രൂണറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ സ്കിന്നറിന്റെ അഭിപ്രായത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പൊ ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ പോയിന്റ്സും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത ദിവസം സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ടെലഗ്രാം 2-3 ദിവസത്തേക്ക് നമുക്ക് ബാൻഡ് ആണ് അല്ലെ, ജൂൺ 22 വരെ ബാൻഡ് ആണ് എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആർക്കും ആകുലത വേണ്ട. നമ്മുടെ പെയ്ഡ് ബാച്ചിന്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് ടെലഗ്രാമിലാണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് ജൂൺ 22 കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴയ പോലെ വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കും. പിന്നെ ടെലഗ്രാം ഓപ്പൺ ആയാൽ നമ്മുടെ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു പ്രിപ്പറേഷൻ എടുക്കുക എന്നുള്ളത് എപ്പോഴും നല്ലത് തന്നെയാണ് എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പൊ ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇപ്പൊ ഈ കാണുന്ന വീഡിയോസും അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. പിന്നെ നമ്മുടെ കുറെ എൻക്വയറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പെയ്ഡ് ഗ്രൂപ്പ് പർച്ചേസ് ചെയ്യാൻ, പെയ്ഡ് നമ്മുടെ ബാച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരും ഇങ്ങനെ എൻക്വയറി ചെയ്ത് പോയെങ്കിലും അവർക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റിയില്ല. ഇനി ജൂൺ 22 ശേഷം നമുക്ക് പേയ്മെന്റ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അതിനും ആരും ടെൻഷൻ ഒന്നും ആവണ്ട. ഒക്കെ നോർമലായി വരും. അതുവരെ പെൻഡിംഗ് ഉള്ള ടോപ്പിക്സ് ഒക്കെ തീർത്ത് നല്ല രീതിയിൽ ആ ഒരു സമയത്തെ വിനിയോഗിക്കുക. താങ്ക് യു ഓൾ.